ഇന്നലെ പഠിച്ചതിന്റെ ബാക്കി നോക്കാം. നോക്കാം. നമ്മൾ ഇന്നലെ നമ്മുടെ മലബാർ ജില്ലാ കോൺഗ്രസ് വരെ പറഞ്ഞു നിർത്തി. ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട മാപ്പിള കലാപങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പോവാം. അപ്പോൾ 1849 ഒരു പ്രധാനപ്പെട്ട മാപ്പിള കലാപം നടക്കുന്നുണ്ട്. അങ്ങാടിപ്പുറം മഞ്ചേരി കലാപങ്ങളാണ്. അപ്പോൾ അങ്ങാടിപ്പുറം മഞ്ചേരി കലാപങ്ങൾ നടക്കുന്ന വർഷം 1849 കേട്ടോ. അതുപോലെയാണ് കുളത്തൂർ കലാപം. കുളത്തൂർ കലാപത്തിന്റെ വർഷം അറിയാവോ? കുളത്തൂർ കലാപം 1879 1879 കുളത്തൂർ കലാപം. ഇനി നോക്കിക്കോ, മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ച ഒരു കമ്മീഷൻ ഉണ്ട്. ഏതാണ്? അതെന്നാ, വില്യം ലോഗൻ കമ്മീഷനാണ്. അപ്പൊ മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ച് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. മലബാറിലെ മാപ്പിള ലഹളയുടെ അടിസ്ഥാന കാരണം ജന്മിത്തവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാറിലെ കളക്ടർ ആരാണെന്നറിയാമോ? അതാണ് ഈ വില്യം ലോഗൻ കേട്ടോ, വില്യം ലോഗൻ. അപ്പോൾ വില്യം ലോഗൻ തന്നെയാണ് എന്താണ് മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷൻ. ആരാണെന്ന് ചോദിച്ചാൽ ഈ വില്യം ലോഗനാണ്. അപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് എന്താണ്? മലബാറിലെ മാപ്പിള ലഹളയുടെ അടിസ്ഥാന കാരണം ജന്മിത്തവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ചൂണ്ടിക്കാട്ടി. അപ്പൊ മലബാർ കലാപം നടക്കുന്ന വർഷം എന്നാണ്? ഏത് 21? 1921 മലബാർ കലാപം നടക്കുന്നത്. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് നമ്മൾ ഈ മലബാർ കലാപം കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഖിലാഫത്തുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നതാണ് മലബാർ കലാപം. അങ്ങനെയാണെങ്കിൽ ഈ മലബാർ കലാപത്തിന് നമുക്ക് മറ്റൊരു പേരിലും കൂടി പറഞ്ഞൂടെ? മാപ്പിള കലാപം എന്നറിയപ്പെടുന്നത് ഏതിനെ തന്നെയാണ്? മലബാർ കലാപം തന്നെയാണ്. അപ്പൊ എന്താണ് മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള കലാപം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഇത് ഇപ്പൊ തുടങ്ങിയതാണോ? ഈ 1900 സംഭവമാണോ? അല്ല, ഇത് കുറെ വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പറയാം? ചെറുതും വലുതുമായിട്ട്, അതായത് 1836 മുതലുള്ള ചെറുതും വലുതുമായ ഒട്ടനവധി മാപ്പിള ലഹളയുടെ തുടർച്ചയാണ് ഈ 1921 നടന്ന മലബാർ കലാപം. അപ്പോൾ ഇത് പണ്ടേ തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ 1836 മുതൽ എന്താണ് മലബാറിൽ ഉണ്ടായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള മാപ്പിള ലഹളകളുടെ തുടർച്ചയായിട്ട് 1921 നടന്ന കലാപമാണ് ഏത് കലാപം? മലബാർ കലാപം. ഇത് കറക്റ്റ് എന്നാണ് തുടങ്ങിയതെന്ന് അറിയാവോ? 21 നവംബർ ഓഗസ്റ്റ് 20 1921 ഓഗസ്റ്റ് 20 കലാപം തുടങ്ങുന്നത്. പ്രധാന കേന്ദ്രം എവിടെയാണ് മലബാർ കലാപത്തിന്റെ? തിരൂരങ്ങാടി. ഏത് ജില്ല? മലപ്പുറം ജില്ല. അപ്പോൾ തിരൂരങ്ങാടി, മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയാണ് മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. ഈ മാപ്പിള ലഹള നടന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട 2 പ്രദേശങ്ങൾ നമ്മൾ പഠിക്കും. മലബാറിലാണ് നമുക്കറിയാം മലപ്പുറം, വള്ളുവനാടും ഏറനാട് വള്ളുവനാട് താലൂക്കുകളാണ് കേട്ടോ. അപ്പൊ ഈ മാപ്പിള ലഹള നടന്ന സ്ഥലം ചോദിച്ചാൽ കേരളത്തിലെ മലബാർ പ്രദേശം പ്രധാനമായിട്ടും ഏറനാട്, വള്ളുവനാട് താലൂക്കുകളാണ്. ഈ മലബാർ താലൂക്കുകളുടെ എണ്ണം 78. അപ്പോൾ ഈ മലബാർ കലാപത്തിനെ തന്നെ മാപ്പിള ലഹള എന്നും മോപ്പിള ലഹള എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണെന്ന് അറിയാവോ? ഒരാൾ അറസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. ആളുടെ പേരൊക്കെ നമുക്ക് അറിയാം. ആരാണ്? വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, പിന്നെ ആരാണ്? അലി മുസലിയാർ, പിന്നെ ആരാണ്? ചെമ്പ്രശ്ശേരി തങ്ങൾ. ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ. അപ്പൊ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഈ നേതാക്കളുടെ പേര് ഇവർ ഏത് കലവുമായിട്ട് ബന്ധപ്പെടാത്തത് ചോദിക്കാം. അപ്പൊ അത് പഠിച്ചു വെച്ചേക്കുക. നമ്മുടെ ഈ മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ചോദിച്ചാൽ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അലി മുസലിയാർ, ചെമ്പ്രശ്ശേരി തങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അത് ചിലപ്പോൾ ഇല്ലെന്ന് നമ്മൾ വിചാരിക്കും. അലി മുസലിയാരും വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നമ്മൾ പഠിക്കുന്ന സമയത്തെ പഠിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇനി ഈ കലാപത്തിന്റെ കാരണങ്ങൾ, ഇത് ഒരു കാരണമായിട്ട് നമുക്ക് പറയില്ല. നമ്മൾ പറഞ്ഞല്ലോ ചെറുതും വലുതുമായിട്ടുള്ള കുറെ കലാപങ്ങൾ ചേർന്നാണ് ഇത് നടത്തിയത്. അപ്പോൾ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? മെയിനായിട്ട് ഈ സമയത്ത് ഇവിടെ ഭരിക്കുന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അപ്പൊ അവരോടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ആയിരിക്കും ഇതിന്റെ എല്ലാത്തിന്റെയും പ്രശ്നം. ഒന്നെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം, അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്വാധീനം, ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്വാധീനം മലബാർ കലാപത്തിന് കാരണമായിട്ടുണ്ട്. പിന്നെ ഉയർന്ന ജാതിക്കാരുടെ ജന്മിത്വ ചൂഷണം, അറിയാം നമുക്ക് ഇവിടെ ജന്മിത്വമൊക്കെ നിലനിന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ എന്താണ് ഈ ജന്മിമാരുടെ ചൂഷണം താഴ്ന്ന കർഷകരെയൊക്കെ പോലുള്ളവരെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജാതീയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതും ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ബ്രിട്ടീഷുകാർ പുതിയ പാട്ട നിയമങ്ങൾ കൊണ്ടുവന്നു. ഈ പാട്ട നിയമങ്ങൾ മലബാർ കലാപത്തിന്റെ മറ്റൊരു കാരണമായിട്ട് മാറി. ഇനി
ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടതോടുകൂടി മലബാറിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായി. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടു തുടങ്ങി. ഇത് നേരെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിൽ ശക്തമായ സമരങ്ങൾ ഉണ്ടാവാനും കാരണമായിട്ട് മാറി. ഇനി പെട്ടെന്നുണ്ടായ കാരണം ഒരു യുദ്ധമാണ്. അത് ഏതാണെന്നറിയാമോ? പൂക്കോട്ടൂർ യുദ്ധം. അപ്പൊ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. മലബാർ കലാപത്തിന്റെ പെട്ടെന്നുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അത് പൂക്കോട്ടൂർ യുദ്ധമാണ്. ഈ പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ കാരണം എന്തായിരുന്നു? നമ്മളിപ്പോ പറഞ്ഞത് ഒരാളെയാണ്, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ത് ചെയ്തു? അതായത് അറസ്റ്റ് ചെയ്തു. ഈ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആരായിരുന്നു? സെക്രട്ടറിയാണ് ഈ വടക്കേ വീട്ടിൽ മുഹമ്മദ്. വാര്യംകുന്നത്തല്ല, വടക്കേ വീട്ടിൽ മുഹമ്മദാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അതായത് കള്ളക്കേസാണ്, മോഷണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റ് ചെയ്തതാണ് പെട്ടെന്നുണ്ടായ കാരണം. പൂക്കോട്ടൂർ യുദ്ധം ഉണ്ടായത്. ഈ പൂക്കോട്ടൂർ യുദ്ധമാണ് മലബാർ കലാപത്തിൽ കലാശിച്ചത്. അങ്ങനെ 1921 മലബാർ കലാപം തുടങ്ങുന്നു. ഓഗസ്റ്റിലാണ് തുടങ്ങിയത്, നമ്മൾ പറഞ്ഞു നേരത്തെ. ഇനി പ്രധാന കേന്ദ്രം നമ്മൾ പറഞ്ഞു. എവിടെയായിരുന്നു പ്രധാന കേന്ദ്രം? തിരൂരങ്ങാടി. ഇനി നമ്മൾ നേതാക്കളെ പറഞ്ഞു. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയത്തങ്ങൾ, അലി മുസലിയാർ, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാര്. ഇനി ഈ മലബാർ ലഹളയുടെ മലബാർ ലഹള ഇവർ നടത്തി, അതിൽ ഇവർക്ക് താൽക്കാലിക വിജയം കിട്ടി. ഈ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധികാരിയായിട്ട് ആരെയാണ് അവരോധിച്ചതെന്ന് അറിയാവോ? അലി മുസലിയാരെയാണ് കേട്ടോ. അപ്പോൾ ഇവർ ഈ എന്താണ് മലബാർ കലാപത്തിൽ ഇവർക്ക് താൽക്കാലിക വിജയം കിട്ടുന്നു. ഈ വിജയത്തിന് ശേഷം ഇവരുടെ ഭരണാധികാരിയായിട്ട് അവരോധിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ അലി മുസലിയാരെയാണ്. അലി മുസലിയാർ. മലബാർ കലാപം നടക്കുമ്പോൾ മലബാറിലെ കളക്ടർ ആരാണെന്ന് അറിയാമോ? തോമസ് ആണ്. EF തോമസ് ആണ് മലബാർ കലാപം. അതായത് 1921 മലബാർ കലാപം നടക്കുന്ന സമയത്ത് മലബാറിലെ കളക്ടർ ആരാണ്? EF തോമസ് ആണ്. അത്ര ഓക്കെ അല്ലേ? ഇനി മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷയ്ക്ക് വിധിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടൻ അതാരാണെന്ന് അറിയാമോ? വക്കം അബ്ദുൽ ഖാദർ ആണ് കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചോളണം. അതായത് മലബാർ ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നും അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് പിന്നീട് ആരാണ്? ബ്രിട്ടീഷുകാരാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത ശേഷം പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനായിരുന്നു ആര്? വക്കം അബ്ദുൽ ഖാദർ. അതൊക്കെ അല്ലേ? ഇനി ഈ 1921 ഈ മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെയൊക്കെ സ്വയം വിശേഷിപ്പിച്ചിരുന്ന ആളാരാണ്? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് കേട്ടോ. അപ്പൊ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി 1921 മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹിന്ദുക്കളുടെ രാജാവെന്നും മുസ്ലിങ്ങളുടെ അമീർ, അതുപോലെ ഖിലാഫത്ത് ആർമിയുടെ കേണൽ ഇങ്ങനെയൊക്കെ സ്വയം വിശേഷിപ്പിച്ചു. ആര്? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഓക്കെ അല്ലേ? മലബാർ കലാപം 1921 നമുക്കറിയാം. ഈ സമയത്ത് കുമാരനാശാൻ രചിച്ചൊരു പ്രശസ്തമായ കൃതിയുണ്ട്. ഏതാണ്? ദുരവസ്ഥ. അപ്പൊ മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ. അങ്ങനെയാണെങ്കിൽ മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും ഉറൂബ്, അത് നോവലാണ്. അപ്പൊ മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതാറാണ് അത് ഉറൂബ്. മലബാർ കലാപം എന്ന പുസ്തകം ആരുടെയാണെന്ന് അറിയാമോ? മലബാർ കലാപം കെ മാധവൻ നായരുടേതാണ് മലബാർ കലാപം. ഇനി ഖിലാഫത്ത് സ്മരണകളാണെങ്കിലോ? ഖിലാഫത്ത് സ്മരണകൾ സ്മരണ വെച്ച് നമ്മളെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് അങ്ങനെ ഓർക്കണം കേട്ടോ. ആ സ്മരണ വെച്ചിട്ട് നമ്പൂതിരിയെ ഓർത്താൽ മതി. ഖിലാഫത്ത് സ്മരണകൾ രചിച്ചതാരാണ്? ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. ഇനി ഈ സമയത്ത്, അതായത് 1921 മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി IV ശശി ഒരു സിനിമ സംവിധാനം ചെയ്തു. ആ സിനിമയുടെ പേര് എന്ത് തന്നെയാണ്? 1921 ആണ്. അപ്പൊ മലബാർ കലാപം പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ് 1921. ഈ ബ്രിട്ടീഷ് സർക്കാർ ഈ കലാപം, അതായത് 1921 ഈ മലബാർ കലാപം നല്ല ശക്തിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സർക്കാർ ഒരു മലബാർ സ്പെഷ്യൽ ഫോഴ്സിനെ രൂപീകരിക്കുന്നുണ്ട് കേട്ടോ, MSF. അപ്പോൾ MSF മലബാർ MSP ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ MSFനെ മലബാർ സ്പെഷ്യൽ ഫോഴ്സിനെ രൂപീകരിച്ചത് ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാം. മലബാർ കലാപമായിട്ട് ബന്ധപ്പെട്ടാണ് ബ്രിട്ടീഷുകാർ ഈ മലബാർ കലാപത്തിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് മലബാർ സ്പെഷ്യൽ ഫോഴ്സിനെ രൂപീകരിക്കുന്നത്. ഇനി മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ച നമ്മുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. മലബാർ മാനുവൽ എന്ന കൃതി രചിച്ചതാരാണ്? അത് വില്യം ലോഗൻ.
അതുപോലെ നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട ഒരു മലയാളി വനിതയുണ്ട്. ചിന്നമ്മ. സിനിമ കമ്മത്ത് ചിന്നമ്മ. കമ്മത്ത് ചിന്നമ്മ. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട നമ്മുടെ മലയാളി വനിതയാണ് ആര്? കമ്മത്ത് ചിന്നമ്മ. കമ്മത്ത് ചിന്നമ്മ. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോ, അതായത് ഈ ലഹളയുടെ ആദ്യഘട്ടങ്ങളിൽ ഈ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുകയും പിന്നീട് പിന്മാറുകയും ചെയ്ത ഒരു ദേശീയ നേതാവുണ്ട്. ആരാണ്? ഗാന്ധിജിയാണ് കേട്ടോ. അതായത് ആദ്യ സമയത്ത് എന്ത് ചെയ്തു? മലബാർ കലാപത്തെ ശക്തമായിട്ട് പിന്തുണച്ചു. പിന്നീട് എന്ത് ചെയ്തു? അതിന് പിന്മാറി. ഗാന്ധി സാധാരണ അങ്ങനെയാണ്, അഹിംസാത്മകപരമായിട്ടുള്ള കാര്യങ്ങളുടെ പോകുള്ളൂ, പിന്മാറി. അപ്പൊ ആദ്യം ഇതിനെ പിന്തുണയ്ക്കുകയും പിന്നീട് പിന്തുണയിൽ നിന്ന് മാറുകയും ചെയ്ത ദേശീയ നേതാവ് ചോദിച്ചാൽ ഏതാണ്? ആരാണ്? അത് മഹാത്മാഗാന്ധിയാണ്. കലാപാക്രമസക്തമായപ്പോഴത്തേക്കും ഗാന്ധിജി എന്ത് ചെയ്തു? സ്വയം അതിൽ നിന്ന് പിന്മാറി. ഈ മാപ്പിള ലഹളയെ തുടർന്ന് നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏറ്റുമുട്ടലുണ്ട്. അത് ഏതാണെന്ന് അറിയാമോ? ഒരു സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു മണ്ണാർക്കാട്. മണ്ണാർക്കാട് എവിടെ? ഏത് ജില്ലയാണ്? മണ്ണാർക്കാട് പാലക്കാടാണ്. പാലക്കാട്. മണ്ണാർ സൈലന്റ് വാലി. നല്ല പരിചയം, പെട്ടെന്ന് വന്നില്ല. അപ്പൊ മാപ്പിള ലഹളയെ തുടർന്ന് എന്താണ് നടന്ന ഒരു പ്രധാനപ്പെട്ട ഏറ്റുമുട്ടലാണ് മണ്ണാർക്കാട് ഏറ്റുമുട്ടൽ. ഈ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ കീഴടങ്ങി കേട്ടോ. അദ്ദേഹം പിന്നീട് ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ കീഴടങ്ങുന്നുണ്ട്. അതെന്താണെന്ന് അറിയാമോ? തൊട്ടടുത്ത വർഷമാണ് 1922 ഈ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്? കീഴടങ്ങുന്നുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് മലബാർ കലാപം. 22 കുറെ പ്രത്യേകതകളുണ്ട്. അടുത്ത വാഗൺ ട്രാജഡി. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. എന്നാണ് വാഗൺ ട്രാജഡി? 1921 തന്നെയാണ്. ഈ സെയിം വർഷം തന്നെയാണ്, നവംബർ 10. അപ്പോൾ വാഗൺ ട്രാജഡിയാണ്. വാഗൺ ട്രാജഡി നടന്ന വർഷം വിത്ത് ഡേറ്റ് പറയൂ. ഉറക്കെ പറഞ്ഞാണ് കേൾക്കട്ടെ എല്ലാവരും ഒന്ന്. സൗണ്ട് കേട്ടോ. പറ. 1921 നവംബർ 10. ഇതാണ് സൗണ്ട്. അപ്പോ വാഗൺ ട്രാജഡി നടക്കുന്നത് 1921 നവംബർ 10. ഇപ്പൊ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ എന്താണ് സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് പറയുന്നത് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി അതായത് എന്താണ് ഈ സംഭവം? വാഗൺ ട്രാജഡി എന്ന് പറഞ്ഞാൽ അതായത് കുറെ പേര് ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധക്കാരെ ഗുഡ്സ് വാഗണിൽ കയറ്റിയിട്ട് ഇവിടെ തിരൂരിൽ നിന്ന് ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ വഴിക്ക് വെച്ച് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ശ്വാസം കിട്ടാതെ ഇവര് ഏകദേശം 90 പേരുണ്ടായിരുന്നു. അതില് 72 പേരെന്തോ മരിക്കും. ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരെ കുത്തി നിറച്ചാണ് ഇവര് കൊണ്ടുപോയത്. ഇപ്പൊ മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി 90 പേരില് 67 പേരും ശ്വാസം കിട്ടാതെ മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ മലബാർ കലാപമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതാണ് ഈ വാഗൺ ട്രാജഡി. മലബാർ കലാപകാരികളെ എന്ത് ചെയ്യുന്നു? അറസ്റ്റ് ചെയ്തിട്ട് എവിടെ നിന്ന്? തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലോട്ട് കൊണ്ടുപോകുന്ന വഴി ശ്വാസം കിട്ടാതെ 90 പേരിൽ 67 പേര് മരിക്കുന്ന സംഭവമാണ് വാഗൺ ട്രാജഡി. ഈ വാഗൺ ട്രാജഡി നടന്ന ആ ഗുഡ്സ് വാഗൺ ഒരു നമ്പർ ഉണ്ട്, MSLV 1711. MSLV 1711 പണ്ട് ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ വാഗൺ ട്രാജഡി നടന്ന ആ ഗുഡ്സ് വാഗണിന്റെ നമ്പറാണ് MSLV 1711. MSLV 1711. എടാ, ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്ത ഒരു ബ്രിട്ടീഷുകാരനുണ്ടായിരുന്നു. ആരാണെന്ന് അറിയാമോ? ഹിച്ച്കോക്ക്. അതെയാണ് ഹിച്ച്കോക്ക്. TS ഹിച്ച്കോക്ക് ആണ്. അപ്പൊ ഇങ്ങനെ എന്താണ് കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് അത് ഈ നമ്മള് തീവണ്ടിയുടെ സൗണ്ട് അത് വെച്ച് ഓർത്ത് വെച്ചാൽ ഹിച്ച്കോക്ക്. അപ്പോ ഈ കലാപകാരികളെ എവിടെ നിന്ന് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് TH ഹിച്ച്കോക്ക് ആണ്. TS ഹിച്ച്കോക്ക് ആണ്. ഇനി ഈ കോയമ്പത്തൂരിലുള്ള ഏത് സ്റ്റേഷനിലോട്ടാണ് വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത പോലീസ് സ്റ്റേഷൻ? അത് പോത്തന്നൂരാണ്. അപ്പൊ ഇങ്ങനെ സംഭവം നടന്നല്ലോ, അപ്പൊ അത് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത പോലീസ് സ്റ്റേഷൻ ചോദിച്ച ഏതാണ്? റെയിൽവേ സ്റ്റേഷൻ ചോദിച്ച ഏതാണ്? പോത്തന്നൂരാണ്. പോത്തന്നൂർ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഈ ഒരു വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവർക്ക് വേണ്ടിട്ട് എത്ര രൂപയാണ് നഷ്ടപരിഹാരം കൊടുത്തത്? 300 രൂപ. വർഷങ്ങൾക്ക് 100 ഏകദേശം 100-105 വർഷങ്ങൾക്ക് മുന്നേ. 300 രൂപയാണെന്ന് എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും, പക്ഷെ അന്നത് വലിയൊരു തുക തന്നെയാണ്. അപ്പൊ വാഗൺ ട്രാജഡി അതിലുണ്ടായിരുന്ന ആൾക്കാർക്ക് ഗവൺമെന്റ് നൽകിയ ചരിത്രം നോക്കുമ്പോഴേ അതിലെ ഒരു കുടുംബത്തിലുള്ള മിക്കറുള്ളവരെയും
ഈ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ നോക്കുമ്പോ ആർക്കും കിട്ടിക്കാണൂല. ശരിയാണ്. അപ്പൊ വാഗൺ ട്രാജഡി എന്താണ് ഗവൺമെന്റ് നൽകിയ നഷ്ടപരിഹാര തുക എത്രയാണ്? 300 രൂപയാണ് കേട്ടോ. ഈ വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ വേണ്ടിട്ട് ഒരു കമ്മീഷൻ നിയമിച്ചു. വാഗൺ ട്രാജഡി എന്ന് പറഞ്ഞാൽ എല്ലാരെയും കൂടെ കുത്തി നിറച്ചുകൊണ്ട് ഒരു വമ്പൻ തേപ്പായിരുന്നു. നേപ്പ് കമ്മീഷനാണ് വാഗൺ ട്രാജഡി അന്വേഷിച്ചത്. ഇതൊക്കെ ചോദിച്ചതാണ്, പ്രീവിയസ് ആണ്. അപ്പോൾ വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷൻ ചോദിച്ചാൽ ഏതാണ്? നേപ്പ് കമ്മീഷൻ. ഈ വാഗൺ ട്രാജഡിയെ സുമിത് സർക്കാർ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്താണ്? ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? വാഗൺ ട്രാജഡിയാണ്. ആരാണ് വിശേഷിപ്പിച്ചത്? സുമിത് സർക്കാർ. അപ്പോൾ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് ആരാണ്? സുമിത് സർക്കാരാണ്. ഈ വാഗൺ ട്രാജഡി സ്മാരക സ്ഥിതി എവിടെയാണ്? തിരൂരിൽ. ഇതിന്റെ മോഡലാണ്, അതായത് ഈ വാഗണിന്റെ മോഡലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ പിന്നെ MSLV 1711 എന്ന നമ്പർ അതിനകത്ത് ശരി ശരി ഓക്കെ. അപ്പോൾ ഈ വാഗൺ ട്രാജഡി സ്മാരക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തിരൂരിലാണ്. ഈ മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ചോദിച്ചാലും നമ്മൾ നേരത്തെ പറഞ്ഞ ആളിനെയാണ് ഹിച്ച് ഹോക്കാണ് കേട്ടോ. അപ്പോൾ ഈ മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി തന്നെയാണ് കൊണ്ടുപോകാൻ വേണ്ടി നേതൃത്വം കൊടുത്തതും ആരാണ്? ഹിച്ച് ഹോക്ക്. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? കലാപകാരികൾ എന്ത് ചെയ്യും? കൊല്ലും കേട്ടോ. അപ്പോൾ മലബാർ കലാപകാരികൾ കൊലപ്പെടുത്തിയ ബ്രിട്ടീഷ് മേധാവി ചോദിച്ചാലും ആര് തന്നെയാണ്? അത് ഹിച്ച് ഹോക്കാണ്. ഈ ഹിച്ച് ഹോക്കിന്റെ സ്മാരകം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സമരത്തിൽ പങ്കെടുക്കുകയും മലബാർ കലാപത്തെ കുറിച്ച് പടപ്പാട്ട് രചിക്കുകയും ചെയ്ത വ്യക്തിയാണ് കുമ്പളത്ത് ഗോവിന്ദൻ നായർ. ആരാണ്? കുമ്പളത്ത് ഗോവിന്ദൻ നായർ. അതായത് എന്താണ്? ഹിച്ച് ഹോക്കിന് വേണ്ടിയിട്ട് ഒരു സ്മാരകം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്മാരകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സമരത്തിൽ പങ്കെടുക്കുകയും അതുപോലെ എന്താണ് മലബാർ കലാപത്തെ കുറിച്ച് പടപ്പാട്ട് രചിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് കുമ്പളത്ത് ഗോവിന്ദൻ നായർ. ആരാണ്? കുമ്പളത്ത് ഗോവിന്ദൻ നായർ. ഇത്ര ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ 1921 അങ്ങ് കഴിഞ്ഞു. നമ്മളിന് നേരെ 1930 വരാം. അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട സംഭവം എന്തായിരിക്കും? ഉപ്പ് സത്യാഗ്രഹം. കേരളത്തിലായാലും ഇന്ത്യയിലായാലും പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് ഉപ്പ് സത്യാഗ്രഹം തന്നെയാണ്. അപ്പൊ ഇന്ത്യയിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് എവിടെ നടക്കുന്നുണ്ട്? കേരളത്തിലും അതിന്റെ പല ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ 1930 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട നേതാക്കൾ കുറെ പേരുണ്ട്. ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ. പിന്നെ ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ഉണ്ട്. പി കൃഷ്ണപിള്ളയുണ്ട്. കെ കുഞ്ഞമ്പു നമ്പ്യാറുണ്ട്. അതുപോലെ പി കേശവൻ നമ്പ്യാർ, മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരൻ. ഇവരൊക്കെ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് പങ്കെടുത്ത പ്രധാനപ്പെട്ട നേതാക്കളാണ് കേട്ടോ. കേരളത്തിൽ എന്നാണ് ആരംഭിച്ചതെന്ന് അറിയാവോ? 1930 ഏപ്രിൽ 13. ഈ ഏപ്രിൽ 13 എന്ത് നടക്കുന്നത്? ജാലിയൻ വാലാബാഗ് നടക്കുന്നത് ഏപ്രിൽ 13 കേട്ടോ. ഒരു ഏപ്രിൽ 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് നടക്കുന്ന. അപ്പൊ ആ ഏപ്രിൽ 13 ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കുന്നത് എന്നാണ്? 1930 ഏപ്രിൽ 13. കേരളത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു? പയ്യന്നൂരിലെ ഒളിയത്ത് കടവായിരുന്നു കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഒളിയത്ത് കടവാണ്. അപ്പൊ ഈ രണ്ടാം ബെർദോളി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? ബെർദോളി എവിടെയാണ്? ബെർദോളി ഗുജറാത്ത്. ബെർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത്? ബെർദോളി ഗാന്ധി അയ്യോ മറന്നുപോയി. സർദാർ വല്ലഭായ് പട്ടേൽ. ബെർദോളി ഗാന്ധി ബെർദോളി സമരത്തിന് നേതൃത്വം നൽകിയതാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ. അപ്പൊ രണ്ടാം ബെർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂരാണ്. പയ്യന്നൂരിൽ ആരാണ് നേതൃത്വം കൊടുത്തത്? കെ കേളപ്പൻ. കേരള ഗാന്ധി കെ കേളപ്പനാണ് പയ്യന്നൂരിൽ നേതൃത്വം കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഉപ്പ് സത്യാഗ്രഹത്തിലെ കെ കേളപ്പന്റെ ഒപ്പം ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം 32. അപ്പൊ കേളപ്പനെ കൂട്ടിയാണോ 32? കേളപ്പനെ കൂട്ടാതെയാണ് 32. അപ്പൊ കേളപ്പനൊപ്പം ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണമാണ് 32. കേളപ്പനോട് ചേർത്താൽ 33 പേര്. അപ്പൊ ഒരു 72 ഒരു 78 നമ്മൾ ഓർക്കണം. 72 ഏതാണ്? INC ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ 5ലെ INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. അങ്ങനെയാണെങ്കിൽ 78 ഉപ്പ് സത്യാഗ്രഹ ജാഥ ഗാന്ധിജിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണമാണ് 78 പ്ലസ് 1 79. അതുപോലെ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ നമ്മുടെ കേളപ്പനോടൊപ്പം 32+1 കേളപ്പനോടൊപ്പം പങ്കെടുത്തവർ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു 1930 ഏപ്രിൽ 13 ആരംഭിച്ചു.
10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ എവിടെ എത്തിച്ചേ? ഇവര് പയ്യന്നൂരിൽ എത്തി. അപ്പൊ എന്നായിരിക്കും അത്? 1930 ഏപ്രിൽ 23. അപ്പൊ 1930 ഏപ്രിൽ 23 ഇവരെന്ത് ചെയ്തു? പയ്യന്നൂരിൽ എത്തിച്ചേരുകയും അവിടെ എത്തിച്ചേരുമ്പോ ഒരാൾ സ്വീകരിക്കുന്നതാണ്. ആരാണ് അവരുടെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ആരാണ്? കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. കവിയല്ലേ? കവിയാണ്. അപ്പോ ഇവര് 1900 ഏപ്രിൽ 21-നാണ് എത്ര? അപ്പൊ 23 21-ആണ്. 21-നാണ്. അപ്പൊ 1930 ഏപ്രിൽ 21 അവർ എവിടെ എത്തും? പയ്യന്നൂർ എത്തിച്ചേരുകയും ഈ സംഘത്തെ അഭിസംബോധന ചെയ്തതാണ് നമ്മുടെ കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. കൂരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. അവർക്ക് പറ. കോഴിക്കോട് ജില്ലയിൽ വെച്ച് ഉപ്പ് സത്യാഗ്രഹം നൽകിയ പ്രധാന നേതാവ് ആരാണ്? കോഴിക്കോട് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. എങ്ങനെ അറിയപ്പെടുന്നു? സുഭാഷ് ചന്ദ്രബോസ് അറിയപ്പെടുന്ന ആരെയാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ എങ്ങനെ അറിയപ്പെടുന്നു? കേരള ബേപ്പൂരിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചതും ആര് തന്നെയാണ്? നമ്മുടെ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ തന്നെയാണ് കോഴിക്കോട് അല്ല ബേപ്പൂര്. കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യ നേതൃത്വം കൊടുത്തതും അദ്ദേഹം തന്നെയാണ്. ബേപ്പൂരിലും ആര് തന്നെയാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ തന്നെയാണ്. ഇനി കോഴിക്കോട് നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഏപ്രിൽ 23 അതിപ്പോ വരുന്നുണ്ട്. കോഴിക്കോട് നിന്നും പയ്യന്നൂരിലെത്തി. കോഴിക്കോട് നിന്നും ഒരു സംഘം വരുന്നുണ്ട്. അവര് പയ്യന്നൂരിലെത്തി. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ വെച്ച് ഉപ്പ് നിയമം ലംഘിച്ചതാണ് 1930 ഏപ്രിൽ 23. നമ്മുടെ കെ കേളപ്പന് സംഘവും പയ്യന്നൂരിലെത്തിയിട്ട് ഉപ്പ് നിയമം ലംഘിച്ചതാണ്. അത് 1930 ഏപ്രിൽ 21. ഇനി കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് വന്നതാണ്, അവരെത്തിയതാണ് ഏപ്രിൽ 23-നാണ്. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ അവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു? ഉപ്പ് നിയമം ലംഘിക്കുന്നത്. അതാണ് ഏപ്രിൽ 23. ഈ കേരള ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ ഇവര് ഒരു പാട്ട് പാടിയല്ലോ, നാരായണപിള്ള. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ പാടിയ രാഘവ രാജാറാമാണ്. അപ്പൊ കേരളത്തിൽ പാടിയതാണ് വരിക വരിക സഹചരി. എഴുതാരാണ്? അംശി നാരായണപിള്ള. ഓക്കെ അല്ലേ? ഇനി പാലക്കാട് നിന്നും ഒരു സംഘം എങ്ങോട്ടേക്ക് വരുന്നുണ്ട്? പയ്യന്നൂരിലേക്ക് വരുന്നുണ്ട്. അതിനെ നയിച്ചത് ആരാണെന്ന് അറിയാമോ? TR കൃഷ്ണസ്വാമി അയ്യർ. കൃഷ്ണസ്വാമി അയ്യർ. അപ്പൊ കോഴിക്കോട് നിന്ന് വന്നവരെ നയിച്ചത് ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ഇനി പാലക്കാട് എന്ന് വന്നവരെ നയിച്ചത് ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യർ. ഇനി നമ്മുടെ സ്വാഭാവികമായിട്ട് ഒരു സമരമാണ്, അറസ്റ്റ് ഉണ്ടാവും. കെ കേളപ്പനെ എന്ത് ചെയ്യുന്നു? പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. കെ കേളപ്പന് ശേഷം ആരാണ് നേതൃത്വം കൊടുത്തത്? മൊയ്യാരത്ത് ശങ്കരൻ. ആരാണ്? മൊയ്യാരത്ത് ശങ്കരൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയപ്പെടുന്ന മറ്റൊരു പേരും കൂടിയുണ്ട്, മൊയ്യാരത്ത് ശങ്കരൻ. എന്താണ്? കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ്. കേരള ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന ആരെയാണ്? മൊയ്യാരത്ത് ശങ്കരൻ. മൊയ്യാരത്ത് ശങ്കരൻ. ഈ ഉപ്പ് സത്യാഗ്രഹം, അതായത് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിനെ പോലീസ് അടിച്ചമർത്തുന്നുണ്ട്. എന്താണെന്നറിയാവോ? 1930 പിറ്റേ മാസമാണ്, മെയ് 12. 1930 മെയ് 12 കേരള ഉപ്പ് സത്യാഗ്രഹത്തെ ആരടിച്ചമർത്തുന്നു? പോലീസ് അടിച്ചമർത്തുന്നു. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സ്മാരകം എവിടെയാണ്? ഉളിയത്ത് കടവാണ്. ഉപ്പ് നിയമ ലംഘനത്തിൽ സജീവമായി പങ്കെടുത്ത മറ്റു നേതാക്കൾ നമ്മൾ ആദ്യം പറഞ്ഞ തന്നെയാണ്. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബുണ്ട്, മൊയ്യാരത്ത് ശങ്കരനുണ്ട്, മൊയ്ത് മൗലവിയുണ്ട്. ഇവരെല്ലാവരും ഇതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഇനി നമ്മുടെ അടിയോടി PC കുഞ്ഞിരാമൻ അടിയോടി. എന്താണ് സംഭവം? നിരാഹാരം കിടന്നിട്ട് എന്ത് ചെയ്യുന്നു? മരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് സംഭവം. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ട വ്യക്തിയാണ് ആര്? PC കുഞ്ഞിരാമൻ അടിയോടി. ഏത് ജയിലാണെന്ന് അറിയാവോ? ബെല്ലാരി ജയിലാണ്. ബെല്ലാരി ജയിൽ. ഓക്കെ. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസത്തെ ഉപവാസത്തിന് ശേഷം എന്ത് ചെയ്യുന്നു? ജയിലിൽ വെച്ച് മരണപ്പെട്ട വ്യക്തിയാണ് PC കുഞ്ഞിരാമൻ അടിയോടി. ഏത് ജയിലാണെന്ന് ചോദിച്ചാൽ ബെല്ലാരി ജയിലാണ്. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട വേദി ഏതാണെന്ന് നമ്മൾ പറഞ്ഞു? പയ്യന്നൂർ. എന്നാൽ രണ്ടാമത്തെ വേദിയാണെങ്കിലോ? കോഴിക്കോടാണ്. കോഴിക്കോട്. അപ്പോ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ രണ്ടാമത്തെ വേദി ചോദിച്ചാൽ ഏതാണ്? അത് കോഴിക്കോടാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഏകദേശം എത്ര പേര് ജയിലടക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ അതൊരു 500 പേരാണ്. ഏകദേശം 500 പേര് ജയിലടക്കപ്പെട്ടു. പിന്നെ ഓക്കെ, സമാധാനപരമായി നടന്നുകൊണ്ടിരുന്ന ഉപ്പ് സത്യാഗ്രഹം പ്രക്ഷുബ്ധമായി തുടങ്ങിയത് അത് 1930 മെയ് 5 എന്ത് ചെയ്തു? ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. അതായത് ഇത് കേരളത്തിലെ സംഭവമല്ല, നമ്മുടെ ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം ജാഥ നടക്കുമ്പോഴത്തേക്കും മെയ് 5 എന്ത് ചെയ്യുന്നു? ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത്രയും നാളും സമാധാനമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഈ ഉപ്പ് സത്യാഗ്രഹം എന്ത് ചെയ്യുന്നു? പ്രക്ഷുബ്ധമായി മാറി. അങ്ങനെ എന്താണ്? നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നടന്ന മറ്റു പ്രവർത്തനങ്ങൾ ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ?
ഒന്ന് വിദേശ വസ്തുക്കൾ എന്ത് ചെയ്യണം, ബഹിഷ്കരിക്കണം. മദ്യഷോപ്പ് പിക്കറ്റിംഗ്, ഖാദി പ്രചരണം, ഇതൊക്കെ എന്താണ് ഈ ഒരു നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നടന്ന മറ്റ് പ്രവർത്തനങ്ങളെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ നോക്കിയോ, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്നത്തെ കണ്ണൂർ ജില്ല, നമ്മുടെ ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ 1935 രൂപം കൊണ്ട ഒരു സംഘടനയുണ്ട്. ഏതാണെന്ന് അറിയാവോ? അത് കർഷക സംഘമാണ്. കർഷക സംഘം. അതായത് ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ കണ്ണൂർ ജില്ലയിൽ 1935 രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് കർഷക സംഘം. ഈ കർഷക സംഘം രൂപീകരിക്കപ്പെട്ട കണ്ണൂരിൽ എവിടെയാണെന്ന് അറിയാമോ? കരിവെള്ളൂരിലാണ്. കരിവെള്ളൂർ. ഞാൻ നോക്കി, ഭഗത് സിംഗിന്റെ നൗജവാൻ ഭാരത് സഭയുടെ മാതൃകയിൽ ഒരു വിപ്ലവ സംഘടന വേണമെന്ന ആശയത്തോടെ AV കുഞ്ഞമ്മുവിന്റെ ശ്രമഫലമായി 1934 ഏപ്രിൽ 13 രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് അഭിനവ് ഭാരത് യുവക് സംഘം. അഭിനവ് ഭാരത് യുവക് സംഘം എന്നാണ് ചോദിച്ചാൽ 1934 ഏപ്രിൽ 13. കരിവെള്ളൂർ കർഷക സമരത്തിന്റെ കർഷക സംഘത്തിന്റെ രൂപീകരണത്തിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച സംഘടന ചോദിച്ചാലും ഈ നമ്മൾ പറഞ്ഞത് 1935 കർഷക സംഘം രൂപീകരിക്കുന്നത്. അതിന് മുന്നേ ഈ അഭിനവ് ഭാരത് യുവ സംഘം വരുന്നുണ്ട് 34. അപ്പൊ ഈ കർഷക സംഘം കണ്ണൂരിൽ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട പങ്കുവച്ച സംഘടനയായിരുന്നു ഏത്? ഈ അഭിനവ് ഭാരത് യുവക് സംഘം എന്ന് പറയുന്ന സംഘടന. 1935 കർഷക സംഘം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് പ്രധാന പങ്ക്, അതിന്റെ ആശയങ്ങളെല്ലാം കൂടെ ഉൾക്കൊണ്ടിട്ടാണ് ഈ കർഷക സംഘം രൂപീകരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി സഹായിച്ച സംഘടനയാണ് അഭിനവ് ഭാരത് യുവക് സംഘ്. ഓക്കെ അല്ലേ? ഇനി മൊറാഴ, നമുക്ക് മൊറാഴയും കൂടെ ജസ്റ്റ് നോക്കാം. മൊറാഴ നടന്ന വർഷം അറിയാവോ? 1940. നമ്മൾ ചെറിയ കോട്ടയം മുറത്തിൽ കൈയിട്ട് ബോംബെടുത്ത് 40, 41, 42. മൊറാഴ സമരം 40. മുറത്തിൽ കൈയിട്ട് കയ്യൂർ സമരം 41. ബോംബ് മുറത്തിൽ കൈയിട്ട് ബോംബ് എടുത്തു. അപ്പൊ ഏതാണ് കീഴരിയൂർ ബോംബ് കേസ് 42. അപ്പൊ 40, 41 ബോംബ് കേസ്. അപ്പൊ 40, 41, 42 മുറത്തിൽ കൈയിട്ട് ബോംബ് എടുത്തു പഠിച്ചു വെച്ചാൽ നമുക്ക് ആ ഡേറ്റും അല്ല വർഷം മറന്നു പോകൂലേടാ. അപ്പൊ മൊറാഴ സമരം എന്നാണ് 1940. രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെന്റ് മർദ്ദന മുറകൾക്കുമെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമാണ് എന്ന് പറയുന്നത് മൊറാഴ. മൊറാഴ എവിടെയാണ്? കണ്ണൂരാണ് കേട്ടോ. കണ്ണൂർ. കമ്മ്യൂണിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിലും അതുപോലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് മർദ്ദന മുറകൾക്കുമെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വം നടന്ന സമരമാണ് ഏത്? മൊറാഴ സമരം. 2 പോയിന്റ് ഞാൻ പറയട്ടോ. കറണ്ട് അഫയേഴ്സ്. കേരളത്തിലെ നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കേരളത്തിലെ സൗമൻ സെൻ. കേരള ഹൈക്കോടതിയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആണ് സൗമൻ സെൻ. ഓക്കെ. ആസ്ഥാനം കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. നിലവിൽ വന്ന വർഷം 56 നവംബർ 1. കേരളം നിലവിൽ വന്ന വർഷം തന്നെയാണ് ഹൈക്കോടതി നിലവിൽ 1956 നവംബർ 1. ഓക്കെ. കേരളത്തിൽ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ? ഹൈക്കോടതി ആണെങ്കിൽ 226. ഓർത്ത് വെച്ചോണം, 226. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കാനുള്ള ആർട്ടിക്കിൾ ആണ് 226. 32. ഓക്കെ. അടുത്ത് കേരളത്തിലെ വനിതാ കമ്മീഷനിലെ നിലവിലെ ചെയർപേഴ്സൺ വനിതാ കമ്മീഷൻ പി സതീദേവി. ചിലപ്പോൾ ഉടനെ മാറുമായിരിക്കും. കഴിഞ്ഞ സർക്കാർ നിയമിച്ച ആളായിട്ട് അത് മാറാൻ സാധ്യത. ഓക്കെ. അപ്പൊ കേരളത്തിലെ നിലവിലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പി സതീദേവി. ആദ്യത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സുഗതകുമാരി. ആദ്യത്തേത് സുഗതകുമാരി. അപ്പൊ കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 96 മാർച്ച് 3. 96 മാർച്ച് 3 അല്ലേ? 3 ഡൗട്ടാണ്, അതൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ. അപ്പൊ ഏത് ആക്ട് പ്രകാരമാണ് കേരള വനിതാ കമ്മീഷൻ നിലവിൽ 1990 കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5ാം വകുപ്പ് പ്രകാരമാണ് കേട്ടോ. 1990 കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5ാം വകുപ്പ്. ഓർത്ത് വെച്ചോണം. ചിലപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ നിലവാരത്തിലെ ചോദ്യങ്ങൾക്ക് നിലവാരമാണ് പുലർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ചോദ്യം അങ്ങനെ വരാം. അപ്പൊ 1990 കേരള വനിതാ കമ്മീഷനിലെ എത്രാം വകുപ്പ്? 5ാം വകുപ്പ് പ്രകാരമാണ് എന്ത് നിലവിൽ വന്നത്? കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. ഓക്കെ. അടുത്ത കേരള വിവര അവകാശ കമ്മീഷൻ നിലവിലെ ചെയർപേഴ്സൺ വിവരാവകാശ മാറിയില്ലല്ലോ. വിവരാവകാശം വി ഹരി നായർ. ഓക്കെ. ആദ്യ വിവരാവകാശ പാലാട്ട് മോഹൻദാസ്. ആദ്യ വിവരാവകാശ കമ്മീഷൻ പാലാട്ട് മോഹൻദാസ്. കേരള വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005 ഡിസംബർ 19. ഡിസംബർ 19. ഓക്കെ. നീ എന്താ പറയണ്ടോ? കറണ്ട് ഓഫീസ് നോക്കണോ? പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ. മൊറാഴ സമരം നടന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1940 ജില്ല കണ്ണൂരാണ്. കണ്ണൂർ. ഈ മൊറാഴ സമരത്തിൽ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് കേട്ടോ. 2 പേര്, KM കൃഷ്ണൻകുട്ടി മേനോനും രാമനും.
KM കൃഷ്ണൻകുട്ടി മേനോനും രാമനും ഈ മൊറാഴ സമരത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാരാണ്. ഈ മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വിപ്ലവകാരിയുണ്ട്, ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. ആരാണെന്ന് അറിയാവോ? KPR ഗോപാലനാണ്. അപ്പൊ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു, പക്ഷേ കൊന്നില്ല. കാരണം ഗാന്ധിജിയുടെ ആനുകൂല്യം, ഗാന്ധിജി ഇടപെട്ടു. ഗാന്ധിജിയുടെ ഇടപെട്ടതിനെ തുടർന്ന് ഇളവ് ലഭിച്ച ആളാണ് ഈ KPR ഗോപാലൻ. അപ്പൊ KPR ഗോപാലിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാം. ഏതാണ്? മൊറാഴ സമരമാണ്. അപ്പൊ ഗാന്ധിയുടെ ഇടപെടലിനെ തുടർന്ന് എന്ത് ചെയ്തു? ഈ മൊറാഴ സമരത്തിൽ നിന്ന് അദ്ദേഹത്തിന് നമ്മുടെ ഈ KPR ഗോപാലിന് ഒരു ഇളവ് ലഭിക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട്. ആ സ്ഥലവും മൊറാഴ 1940 കണ്ണൂർ. അപ്പൊ വീഡിയോ കാണുന്നവരെ ശ്രദ്ധിക്കുക ഒരു കാര്യം കൂടെ. നമ്മുടെ കറണ്ട് അഫയേഴ്സ് പറഞ്ഞപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായി. ഏതാണ്? നമ്മൾ ഓടക്കുഴൽ പറഞ്ഞപ്പോൾ, അതായത് നമ്മുടെ ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം കിട്ടിയ വർഷം 1965 നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞ് 68. അപ്പൊ കാണുന്നവരെ ശ്രദ്ധിച്ചോണം, 1965 ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്ന ആദ്യ വ്യക്തിയാണ് ജി ശങ്കരക്കുറുപ്പ് എന്ന് ഓർത്ത് വെച്ചോണം. ആ പൈസ വെച്ചിട്ടാണ് ആര് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് രൂപീകരിക്കുന്നതും ആ പൈസ വെച്ചിട്ടാണ് എന്ത് അവാർഡ് കൊടുക്കുന്നത്? ഓടക്കുഴൽ പുരസ്കാരം കൊടുക്കുന്നതെന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, അപ്പൊ നമുക്ക് ഫിഫയുടെ 2 പോയിന്റ് കൂടെ നമ്മൾ പറഞ്ഞതാണ്, എന്നാലും ഓർമ്മിക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയാം. ഓക്കെ, ഇപ്പൊ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന എവിടെ വെച്ചാണ്? 3 രാജ്യങ്ങളിലാണ്. മെക്സിക്കോ, കാനഡ, അമേരിക്ക. മെക്സിക്കോ, കാനഡ, അമേരിക്ക 3 രാജ്യങ്ങളിലാണ് നടക്കുന്നത്. ഓക്കെ, എത്രാമത്തെ ഫിഫ വേൾഡ് കപ്പ് ആണ്? ഓർമ്മയുണ്ടോ? 23ാമത്തെ ഫിഫ വേൾഡ് കപ്പ്. എത്രാമത്തെയാണ്? 23ാമത്. ആകെ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം 48. ആകെ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം 48. ഈ മത്സരം ആദ്യ ഉദ്ഘാടന മത്സരം നടന്ന സ്റ്റേഡിയം ഉണ്ട്, ഒരു പ്രത്യേകമുള്ള സ്റ്റേഡിയം, ആസ്റ്റെക്ക സ്റ്റേഡിയം. 2 വർഷങ്ങളിൽ വ്യത്യസ്തമായി, അതായത് ഇതും കൂടി 2026 കൂടെ കൂട്ടി 3 പ്രാവശ്യം, അതായത് 1970, 86, 2026 അങ്ങനെ 3 വ്യത്യസ്ത ഫുട്ബോൾ മത്സരങ്ങൾ വേദിയായ സ്റ്റേഡിയമാണ് ആസ്റ്റെക്ക സ്റ്റേഡിയം. ഓക്കെ, ആദ്യ മത്സരം നടന്ന ആരൊക്കെയെന്ന് പഠിച്ചിട്ടുണ്ട്? മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും. ഓക്കെ, ആദ്യ വിജയി ആരെന്ന് ചോദിച്ചാൽ മെക്സിക്കോ. അപ്പൊ 2026 ഫിഫ വേൾഡ് കപ്പിൽ നിന്ന് ആദ്യം പുറത്തായ ടീം ചോദിച്ചാലോ? ഹെയ്ത്തി. ആദ്യം പുറത്തായ ടീം ചോദിച്ചാൽ ഹെയ്ത്തി ആണ്. ഓക്കെ, ആകെ മത്സരിക്കുന്ന ടീമുകൾ നമ്മൾ പറഞ്ഞു 48. ആകെ മത്സരങ്ങൾ ചോദിച്ചാലോ? 104 മത്സരം. 104 മത്സരം. ആദ്യ ഗോൾ നേടിയത് നമ്മൾ പറഞ്ഞു ജൂലിയൻ കിനോനസ്. ഓക്കെ, അടുത്ത വേറൊരു കാര്യമാണ് പറഞ്ഞു. മെക്സിക്കോ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം പറഞ്ഞു നമ്മൾ ഗിൽബർട്ടോ മോറ. മെക്സിക്കോയെ പ്രതിനിധീകരിക്കുന്ന പ്രായം കുറഞ്ഞ താരമാണ് ഗിൽബർട്ടോ മോറ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, ഖത്തർ ഫിഫ ടീമിൽ ഇടം പിടിച്ച മലയാളി കണ്ണൂർ തഹസീൻ മുഹമ്മദ് ജംഷീദ്. ഓക്കെ, ഓർത്ത് വെച്ച് പഠിച്ചോണം. എന്താ ജംഷീദ്? നമ്മള് നേരത്തെ ഒരു ഇത് പറയട്ടോ, ഹോർത്തൂസ് മലബാർ കേസിൽ ആകെ സസ്യങ്ങളുടെ എത്ര? 742. ഹോർത്തൂസ് മലബാർ കേസിൽ ആകെ സസ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 742. അത് KS മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം അറിയാമോ? 2020. KS മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം ചോദിച്ചാൽ 2020. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം. ഓക്കെ, ബൈ ബൈ.